السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله والحمد لله. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. യുദ്ധങ്ങൾക്കും സന്ധികൾക്കും ശേഷം ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന ഗോതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്, അഥവാ ഫത്ഹ് മക്ക. പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധന, അതിൻ്റെ അസ്ൽ മഖ്സൂദായിരുന്ന പ്രബോധനത്തിന്റെ പര്യവസനം അത് ഫത്ഹ് മക്കയിൽ സംഭവിക്കുകയുണ്ടായി. ഹിജറ 9-10 വർഷങ്ങളിൽ ഇസ്ലാമിലേക്ക് തുടർച്ചയായ ആളുകളുടെ കടന്നുവരവിന്റെ ഒരു കാലമായിരുന്നു. അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധങ്ങളായിട്ടുള്ള കബീലകൾ, ഗോത്രങ്ങൾ, ഗ്രാമപ്രദേശങ്ങളിലെ ബദവികളായിട്ടുള്ള അറബികളുടെ കുടുംബങ്ങളിൽ നിന്നുള്ള ചെറിയ ചെറിയ കാഫിലകൾ തുടങ്ങി മദീന പള്ളിയിലേക്ക്, നബിയുടെ വീട്ടിലേക്ക്, നബി ഇരിക്കുന്ന ഈത്തപ്പയ തോട്ടങ്ങളുടെ അരികിലേക്ക് അവർ ഇസ്ലാമിനെ പുലുകുവാൻ വേണ്ടി കടന്നു വരികയുണ്ടായി. ഹിജാസിലും മദീനയിലും മക്കക്കും അപ്പുറത്ത് നിന്ന്, ഹിജാസിനപ്പുറത്ത് നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ സാമ്രാജ്യങ്ങളിൽ നിന്നും റോമയുടെയും പേർഷ്യയുടെയും പോലെയുള്ള വലിയ വലിയ സാമ്രാജ്യങ്ങളിൽ നിന്ന് രാജാക്കന്മാരടക്കം അവരുടെ പരിവാരങ്ങളുമൊത്ത് മദീനയിലേക്ക് പരിശുദ്ധമായ ഇസ്ലാം ആശ്ലേഷിക്കുവാൻ വേണ്ടി കടന്നു വരികയുണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ട സംഘങ്ങളെ കുറിച്ചാണ്, വളരെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് വഫ്ദ് അബ്ദുൽ ഖൈസ്. വഫ്ദ് അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന ഈ ഒരു സംഘം പരിശുദ്ധ ഇസ്ലാമിലേക്ക് അവരുടെ ആഗമനം എന്ന് പറയുന്നത് 2 ഘട്ടത്തിലൂടെയായിരുന്നു. മുൻഅഖിദുബ്നു ഹയ്യാൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഒരു സ്വഹാബി വര്യൻ, അദ്ദേഹം മക്കയിലെയും മദീനയിലെയും പേരുകേട്ട ഒരു കച്ചവടക്കാരനായിരുന്നു. കച്ചവട യാത്രകൾക്കിടയിൽ അദ്ദേഹം, മദീനയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വിശ്രമ സ്ഥലവും അദ്ദേഹത്തിന്റെ ബിസിനസ് പരമായ കാര്യങ്ങളുടെ ഒരു കേന്ദ്രവും. അങ്ങനെ ഇരിക്കെയാണ് ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തെക്കുറിച്ചും അവിടുത്തെ പ്രബോധനത്തെക്കുറിച്ചും അവിടുത്തവർ കേട്ടറിയുന്നത്. അങ്ങനെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് അദ്ദേഹം കടന്നു വരികയും അദ്ദേഹം തിരിച്ച് തൻ്റെ സമുദായത്തിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനാർത്ഥം അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ നിന്നുമുള്ള യാത്രകൾ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോവുകയുണ്ടായി. അങ്ങനെ വളരെ രീതിയിലുള്ള പ്രബോധനങ്ങൾക്ക് ശേഷം, വളരെ രീതിയിലുള്ള നസീഹത്തുകൾക്ക് ശേഷം അവിടുത്തെ ആ ഒരു ഗോത്രങ്ങളിൽ നിന്നും, അവിടുത്തെ അദ്ദേഹത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും ഒരു 10-13 ആളുകൾ വരുന്ന ചെറിയൊരു സംഘവുമായി അദ്ദേഹം റസൂലിന്റെ സന്നിധിയിലേക്ക് വരികയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന് ശേഷം ആ ഗ്രാമത്തിൽ നിന്നും 13-14 വരുന്ന ഒരു ചെറിയ സംഘം റസൂലിന്റെ സവിധത്തിലേക്ക് വരികയുണ്ടായി. അവരിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും മുതിർന്ന ഒരു വ്യക്തിയായിരുന്നു അൽ അശജുൽ അസ്രി എന്ന് പറയുന്ന വിശിഷ്ട വ്യക്തി. അദ്ദേഹം റസൂലുമായിട്ടുള്ള ഈ സംസാരത്തിനിടയിൽ അദ്ദേഹത്തോട് റസൂല് പറയുന്ന ഒരു വളരെ പ്രശസ്തമായ ഒരു ഹദീസ് ഉണ്ട്. ഇന്ന ഫീക ഖസ്ലതൈനി യുഹിബ്ബുഹുമുല്ലാഹ് അൽ ഹിൽമു വൽ അനാത്ത്. സഹനവും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള അദ്ദേഹത്തിന്റെ സാവകാശവും റസൂലിന് വളരെ ഇഷ്ടപ്പെടുകയും അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിശിഷ്ടമായിട്ടുള്ള സ്വഭാവങ്ങളാണെന്ന് അദ്ദേഹത്തോട് പറയുകയുമുണ്ടായി. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നബിയുടെ സീറ പറയുന്ന ഇടത്തൊക്കെയും ഈ ഒരു ഹദീസ് വളരെ ഗൗരവതരത്തിൽ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഖുലിഖൽ ഇൻസാനു മിൻ അജൽ. മനുഷ്യനെ സൃഷ്ടിച്ചത് ധൃതിയിൽ നിന്നാണ്. അഥവാ ഏതൊരു കാര്യത്തോടും മനുഷ്യർക്ക് എപ്പോഴും ധൃതി ഉണ്ടായിരിക്കും. ഏതൊരു കാര്യം ചെയ്യുവാനായാലും, ഒരു കാര്യം ചെയ്തു തീർക്കാനായാലും, ഇബാദത്തിലായാലും വളരെ ധൃതിയോടുകൂടിയുള്ള, എങ്ങോട്ടോ പോകാനുള്ള ഒരു ധൃതി കാട്ടിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് എപ്പോഴും മനുഷ്യരിൽ നിന്നും ഉണ്ടാകുന്നത്. അതിന്റെ പര്യവസനത്തിൽ ഒന്നുകിൽ പരാജയമോ അതല്ലെങ്കിൽ അതിന്റെ അപൂർണതയോ ആണ് അത് ഈ അജലിന്റെ ഈ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ഒരു ഫലമെന്ന് പറയുന്നത്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അൽ ഹിൽമു വൽ അനാത്ത്. സഹനമാണ്, അനാത്താണ്, സാവകാശമാണ്. അത് ഏതൊരു കാര്യത്തിലായാലും, ഏതൊരു കാര്യമായാലും നോക്കി അതിൽ ശ്രദ്ധിച്ച് ബദ്ധശ്രദ്ധരായിക്കൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി എന്നാണ് അദ്ദേഹം അൽ അശജുൽ അശരിയോട് പറഞ്ഞ അൽ ഹിൽമു വൽ അനാത്ത് എന്ന ഖസ്ലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട നബിയുടെ സീറ പറയുന്നിടത്തൊക്കെ, റസൂലിന്റെ ചരിത്രം പറയുന്നിടത്ത്, ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നിടത്തൊക്കെ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ചരിത്രമാണ് വഫ്ദ് ദൗസ് എന്ന് പറയുന്ന ദൗസ് ഗോത്രത്തിന്റെ ഇസ്ലാമിക ആഗമനം. ഏകദേശം ഹിജറ 7-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭ കാലഘട്ടത്തിലായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിൽ വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അത്. തുഫൈൽ ഇബ്നു അംർ ദൗസി എന്ന് പറയുന്ന ദൗസ് ഗോത്രക്കാരനായ ഒരാൾ നബിയുടെ അടുത്തേക്ക് വരികയും
അവിടുന്ന് പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം തൻ്റെ സമുദായത്തിലേക്ക് മടങ്ങുകയും അവിടെ നിരവധിയായ രീതിയിൽ പല വിധത്തിൽ പല ഹിക്മത്തുകളിൽ ഈ റസൂലിന്റെ സന്ദേശം അവരിലേക്ക് എത്തിക്കാനും അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതേ ഫലമായിരുന്നു ദൗസ് ഗോത്രത്തിലെ തുഫൈൽ ഇബ്നു അംർ ദൗസിക്കും സംഭവിച്ചത്. ഒരാളും അദ്ദേഹത്തെ പരിഗണിക്കുകയോ ഇസ്ലാമിലേക്ക് കടന്നു വരികയോ ചെയ്തില്ല എന്ന് മാത്രമല്ല, ശക്തമായ അവഗണനകളോടെ ശക്തമായ പ്രതിസന്ധികളോടെ അദ്ദേഹം അതിനെ നേരിടേണ്ടി വരികയാണ് ചെയ്തിരുന്നത്. അങ്ങനെ റസൂലിന്റെ അടുത്തേക്ക് അദ്ദേഹം തിരികെ പോയിക്കൊണ്ട് ഈ ഒരു വിഷയം അവതരിപ്പിക്കുകയും വഫ്ദ് ഗോത്രത്തിന്റെ ഹിദായത്തിന് വേണ്ടി നബിയെ അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് അല്ലാഹുമ്മ ഹ്ദി ദൗസൻ, ദൗസ് ഗോത്രത്തിന് ഹിദായത്തിലേക്ക് കൊണ്ടുവരിക. ആ പരിശുദ്ധ റസൂലിന്റെ പ്രാർത്ഥന കൊണ്ടെന്നോണം, ആ പ്രാർത്ഥനയുടെ ഫലമെന്നോണം ദൗസ് ഗോത്രത്തിലെ 80-70 വരുന്ന കുടുംബങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുഫൈൽ ഇബ്നു അംർ ദൗസിയുടെ കീഴിൽ മദീനയിലേക്ക് വരികയുണ്ടായി. അവർ ഖൈബറിൽ വെച്ച് നബിയോട് സന്ധി ചെയ്യുകയും അവിടെ നിന്ന് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. അങ്ങനെ നിരവധിയായ രീതിയിൽ ദൗസിനെ പോലെ, അബ്ദുൽ ഖൈസിന്റെ ഗോത്രത്തെ പോലെ നിരവധിയായ ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശാത്തല തീരത്തേക്ക് അണയുന്ന ഒരു അഭൂതപൂർവമായിട്ടുള്ള കാഴ്ചയായിരുന്നു അന്ന് മദീന ദർശിച്ചത്. റസൂലിന്റെ ചരിത്രത്തിൽ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ നേരിട്ടത് അവിടുത്തെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന, പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന മുശ്രിക്കുകളിൽപ്പെട്ട അതല്ലെങ്കിൽ മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ സമുദായത്തിൽ വംശീയമായ രീതിയിൽ, വർഗീയമായ രീതിയിൽ അതിനെ ചിത്രീകരിക്കാനും അവരെ വർഗീയമായി പീഡിപ്പിക്കാനും ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് അവരെ മൃഗീയമായ പീഡനങ്ങൾക്ക് ഇരയാക്കാനും അവർ ഒട്ടും മടിച്ചിരുന്നില്ല. നിരവധിയായ ചരിത്രങ്ങൾ നാം കേട്ടതാണ്. അതിൽപ്പെട്ട വളരെ പ്രതിസന്ധിദായകമായിട്ടുള്ള ഒരു ദുഃഖദായകമായ ഒരു ചരിത്രമായിരുന്നു ഫർവത്ത് ഇബ്നു അംർ അൽ ജുദാമി എന്ന് പറയുന്ന മഹാനായ വ്യക്തിയുടേത്. അദ്ദേഹം റോമാ സാമ്രാജ്യത്തിന്റെ സൈനികനായിരുന്നു. ആ സൈനിക സന്നാഹങ്ങളുടെയൊക്കെയും തലവനായിരുന്നു. അദ്ദേഹം ഈ അറബികളുടെ റോമാ സാമ്രാജ്യത്തിന്റെ അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന സമയത്ത് അറേബ്യൻ നാട്ടിൽ നിന്നുള്ള പരിശുദ്ധ റസൂലിന്റെ സന്ദേശം ലഭിക്കുകയും അവിടുത്തെ സഹാബാക്കളുമായി മുസാഹബത്ത് നടത്തുകയും അതിലൂടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിച്ചറിഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. ഇവരിപ്പോഴും റോമാ സാമ്രാജ്യത്തിന് അധിപന്മാരറിയുകയും അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് കീഴിൽ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടുകയും അദ്ദേഹം പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി അവിടെ അടങ്ങിയുറച്ച് നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് മുന്നിൽ റോമാ സാമ്രാജ്യത്തിന്റെ അധിപന്മാർ വെക്കുന്ന 2 നിർദ്ദേശങ്ങളുണ്ട്. ഒന്നുകിൽ തിരികെ വരാം, റിദ്ദത്തും മൗത്തും എന്നാണ് പറയുന്നത്. ഒന്നുകിൽ നമ്മുടെ സമുദായത്തിലേക്ക് തിരികെ വരാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മരണത്തിന് കീഴടങ്ങാം. വധശിക്ഷക്ക് വിധേയമാക്കാൻ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് മുന്നിൽ ഓഫർ മുന്നിൽ വെക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിക്കാൻ തയ്യാറാണ്. ഈ ഒരു സന്ദേശത്തിൽ നിന്നും ഇതൊരു ഇലാഹി സന്ദേശമാണ്, ഇതിൽ നിന്നും ഒരടി പിന്നോട്ട് അടുക്കാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ ഫലസ്തീനിലെ അഫ്ര എന്ന് പറയുന്ന നദിയുടെ തീരത്ത് വെച്ച് അദ്ദേഹത്തെ അവർ തൂക്കിലേറ്റുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കഴുത്ത് ഛേദിക്കുകയുണ്ടായി. എന്നിട്ടും ഫലസ്തീന്റെ മണ്ണിൽ ആ രക്തത്തുള്ളികൾ വീഴുമ്പോഴും അദ്ദേഹത്തിന്റെ ആത്മാവിൽ നിന്നും ഉരുവിട്ട മന്ത്രധ്വനികൾ ഒരുപക്ഷെ ഇന്നും ഫലസ്തീനിലെ പോരാട്ടങ്ങൾക്ക് ശക്തി പകരുന്നുണ്ടാകാം. ഫർവത്ത് ഇബ്നു അംർ അൽ ജുദാമി. അടുത്തത് വളരെ പ്രധാനപ്പെട്ട, നമുക്കറിയാം, കഅബ് ഇബ്നു സുഹൈർ. ഇസ്ലാമിക ചരിത്രത്തിലും അറേബ്യയുടെ ചരിത്രത്തിലും വളരെ പേരുകേട്ട വ്യക്തിയാണ് കഅബ് ഇബ്നു സുഹൈർ. ഇസ്ലാമിന് മുന്നേയും ഇസ്ലാമിന് ശേഷവും തൻ്റെ വിശിഷ്ടമായ കവിതകളാൽ, തൻ്റെ വാക് സാമർഥ്യത്താൽ ചരിത്രത്തിൽ സ്വർണലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു വിശിഷ്ട വ്യക്തിയാണ് കഅബ് ഇബ്നു സുഹൈർ. അദ്ദേഹത്തിൻ്റെ മനോഹരമായ വരികൾ ഇന്നും തലമുറകൾക്ക് അതീതമായി സാഹിത്യകാരന്മാരെയും സാഹിത്യത്തിൽ അഭിരുചിയുള്ള പഠിതാക്കളെയും ഇന്നും ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിക ആഗമനത്തിന് മുന്നേ റസൂലിനെ നിരന്തരമായി ചീത്ത വിളിക്കാനും റസൂലിനെതിരെ ആക്ഷേപ കാവ്യങ്ങൾ രചിക്കാനും അദ്ദേഹം ഒട്ടും മടിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, അതിൽ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരു വിശിഷ്ട വ്യക്തിയായിരുന്നു ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു കഅബ് ഇബ്നു സുഹൈർ. അങ്ങനെയാണ് നബിക്കെതിരെ ഹിജ എന്നാണ് അറബിയിൽ ഈ ആക്ഷേപഹാസ്യങ്ങൾക്ക് പറയുന്നത്. അങ്ങനെ ഹിജ എഴുതുന്ന കവികളെ മുഴുവൻ റസൂലുള്ള പിടിച്ച് വധിക്കുന്നുണ്ട്, അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത, ഒരു കിംവദന്തി മദീനയിലും മക്കയിലുമാകെ പരക്കുകയും
അങ്ങനെ കഅബ് ബിൻ സുഹൈറിന്റെ ഒരു സഹോദരനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ബുജൈർ ബിൻ സുഹൈർ, സുഹൈറിന്റെ മകൻ ബുജൈർ. അതുപോലെ തന്നെ കഅബ് ബിൻ സുഹൈർ, ഇവർ രണ്ടുപേരും സുഹൈറിന്റെ മക്കളാണ്, അവരുടെ സഹോദരന്മാര്. അപ്പോൾ ബുജൈർ ബിൻ സുഹൈർ കഅബ് ബിൻ സുഹൈർ എഴുതുന്ന ഒരു കത്തിൽ കാണാം, സുഹൈർ നബിക്കെതിരെ ആക്ഷേപഹാസ്യങ്ങൾ എഴുതുന്ന മുഴുവൻ കവികളെയും തലവെട്ടി അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് മദീനത്ത്. അപ്പോൾ നീ പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കണം, അതല്ലെങ്കിൽ നീ മാപ്പപേക്ഷിച്ചുകൊണ്ട് റസൂലിന് മുന്നിൽ കീഴടങ്ങണം. അങ്ങനെ മാപ്പപേക്ഷിച്ചു വരുന്ന എല്ലാ കവികൾക്കും, എല്ലാ ഹാസ്യങ്ങൾ രചിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും റസൂലുള്ള മാപ്പ് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് മാപ്പപേക്ഷിച്ചാൽ നിനക്ക് നിന്റെ ജീവൻ രക്ഷിക്കാം. ഈ ഒരു വാർത്ത കേട്ട് വളരെ പരിഭ്രാന്തനായിക്കൊണ്ട്, തൻ്റെ ജീവിതം തൊലഞ്ഞു പോയല്ലോ, തൻ്റെ കവിതകൾ കൊണ്ട് താൻ പിടിക്കപ്പെടുകയാണല്ലോ, തൻ്റെ അവസാനം തൻ്റെ കവിതകൾ കൊണ്ടാണല്ലോ എന്നുള്ള ഒരു നിരാശയിൽ അദ്ദേഹം നിൽക്കുമ്പോഴാണ്, നിരാശയിൽ ഇങ്ങനെ കഴിയുന്ന ഒരു കാലഘട്ടം, ഒരു നാളുകൾ അങ്ങനെ കഴിഞ്ഞുപോയി. നിരന്തരമായ മുർസലാത്തുകൾ, കൃതികൾ, അതല്ലെങ്കിൽ ഒരുപാട് ലെറ്ററുകൾ, ഒരുപാട് കത്തുകൾ ബുജൈറിന്റെയും സുഹൈർ റളിയല്ലാഹു അൻഹുവിന്റെയും ഇടയിലൂടെ അവർക്കിടയിൽ നടക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ. അങ്ങനെയാണ് അദ്ദേഹം അവസാനം മദീനയിലേക്ക് പോകുന്നത്. മദീനയിൽ പോയി റസൂലിന്റെ മുന്നിൽ കീഴടങ്ങാൻ തീരുമാനിച്ചു, റസൂലിനോട് മാപ്പപേക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ റസൂലിനെ കാണാൻ അവർക്ക് ഭയം. അങ്ങനെ മദീന പള്ളിയുടെ അടുത്ത് ഒരുപാട് ദിവസം താമസിച്ചതിന് ശേഷം റസൂലിനെയും അവിടുത്തെ സ്വഹാബാക്കളെയും ഒക്കെ നിരീക്ഷിച്ചതിന് ശേഷം റസൂലുള്ളാഹിന്റെ സവിധത്തിൽ അദ്ദേഹം പോയിരുന്നു. റസൂലുള്ളാഹിക്ക് അറിയില്ല, അവിടത്തോട് അറിയിച്ചിട്ടില്ല, അവിടുത്തെ സ്വഹാബാക്കളോടൊന്നും അറിയിച്ചിട്ടില്ല ഇത് കഅബ് ബിൻ സുഹൈറാണ് എന്നുള്ള കാര്യം. അങ്ങനെ അദ്ദേഹം നബിയോട് ചോദിക്കുകയാണ്. അദ്ദേഹം റസൂലിന്റെ സവിധത്തിൽ ചെന്നിട്ട് അദ്ദേഹം റസൂലിനോട് ചോദിച്ചു, റസൂലെ, നിങ്ങളുടെ അടുത്തേക്ക് കഅബ് ബിൻ സുഹൈർ വന്നാൽ, അദ്ദേഹം മാപ്പപേക്ഷിച്ചു കൊണ്ട് വന്നാൽ നിങ്ങൾ മാപ്പ് കൊടുക്കാൻ തയ്യാറാണോ? നബി പറഞ്ഞു, അതെ, ഞാൻ തയ്യാറാണല്ലോ, എങ്കിൽ ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവരട്ടെ. കൊണ്ടുവന്നോളൂ. അപ്പോൾ മഹാനായ കഅബ് ബിൻ സുഹൈർ പറഞ്ഞു, ഞാനാണ് കഅബ് ബിൻ സുഹൈർ. റസൂൽ മാപ്പ് കൊടുത്തു. റസൂലിന്റെ ഹൃദയത്തിൽ നിന്ന് സുഹൈറിന്റെ ഹൃദയത്തിലേക്ക് മാപ്പിന്റെ, കരുണയുടെ, കടാക്ഷത്തിന്റെ ഒരു നദി അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു എന്ന് ചരിത്രത്തിന്റെ താളുകളിൽ ആലങ്കാരികമായി എഴുതിയത് കാണാം. ആ ഒരു സമയത്താണ് മഹാനായ കഅബ് ബിൻ സുഹൈറിന്റെ മാസ്റ്റർ പീസ് എന്ന്, അതല്ലെങ്കിൽ റസൂലുമായുള്ള രചനകളിൽ, റസൂലുമായി ബന്ധപ്പെട്ട രചനകളിൽ ഏറ്റവും വിശ്വവിഖ്യാതമായ, ഏറ്റവും കൂടുതൽ പായുക, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയ ഒരു കവിത എന്ന് പറയുന്നത് ബാനത് സുആദു ഫഖൽബിൽ യൗമ മത്ബൂലു മുതയ്യമുൻ ഇസ്റുഹാ ലം യുഫിദു മഖ്ബൂലു. ചരിത്രത്തിന്റെ ഏടുകളിൽ, കവിതകളുടെ പുസ്തകങ്ങളിൽ, കവിതകളുടെ രചനകളിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ നിരൂപണങ്ങൾ നടക്കുകയും ഏറ്റവും കൂടുതൽ അതിന് വിവർത്തനങ്ങളും വ്യാഖ്യാനങ്ങളും നൽകപ്പെടുകയും ചെയ്ത വിശിഷ്ടമായ ഒരു കവിത അവിടെ പിറക്കുകയുണ്ടായി. അത് മഹാനായ റസൂലിന്റെ റഹ്മത്തിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മാപ്പിന്റെയും ഒക്കെ ഒരു പ്രതിഫലനമെന്നോണമായിരുന്നു. അതാണ് ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. റസൂലെ, അങ്ങയെ നാം അയച്ചിട്ടുള്ളത് ലോകർക്ക് അനുഗ്രഹമായിട്ടാണ്. ആ ഒരു അനുഗ്രഹത്തിന്റെ, ആ റഹ്മത്തിന്റെ ഭാഗങ്ങളാണ് ഈ ചരിത്രത്തിന്റെ ഈ ഒരു ചെറിയ അധ്യായത്തിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. നിരവധിയായ സംഘങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ തീരത്തേക്ക്, ഇസ്ലാമിന്റെ ശാദ്വലമായ തീരത്തേക്ക് അണഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മുഹൂർത്തമായിരുന്നു ഹിജറ 9-10 നൂറ്റാണ്ട് എന്ന് നാം പറഞ്ഞു. ഏകദേശം 70ഓളം സംഘങ്ങൾ, 70ഓളം ഗോത്രങ്ങളിൽ നിന്നുള്ള നിരവധിയായ സംഘങ്ങൾ മദീനയിലേക്ക് നിരന്തരമായി പ്രവഹിച്ചുകൊണ്ടിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. നിരവധിയായ രാജാക്കന്മാർ, നമുക്കറിയാം പരിശുദ്ധ റസൂൽ രാജാക്കന്മാരിലേക്ക്, അന്നത്തെ അറേബ്യയുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്ന ഒരുപാട് സാമ്രാജ്യങ്ങളിലേക്ക്, ഒരുപാട് രാജാതിർത്തികൾക്ക് അപ്പുറത്തേക്ക് റസൂൽ ലെറ്ററുകൾ അയച്ചിരുന്നു. മി മുഹമ്മദിൻ റസൂലില്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ ദൂതൻ മുഹമ്മദിൽ നിന്നും ഇന്ന രാജാവിലേക്ക് അയക്കുന്ന കത്ത് എന്ന പേരിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങുന്ന കത്തുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എഴുതിയിരുന്നു. ആ കത്തുകളുടെ ഒരു സമാഹാരം ഇന്ന് നമുക്കിടയിൽ സുലഭമാണ്. ചരിത്രകാരന്മാർ അതിനെ സംരക്ഷിച്ചു നമ്മളിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്തുകൾ അയക്കുമ്പോൾ കത്തിനോടുകൂടെ അവർക്കിടയിലേക്കുള്ള ദായിമാരെ, അവർക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഉമറാക്കളെ, ഉലമാക്കളെ അങ്ങോട്ട് അയച്ചിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു മുആദ് ബിൻ ജബൽ തങ്ങൾ റളിയല്ലാഹു അൻഹു.
യമനിലേക്കാണ് അദ്ദേഹത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിച്ചത്. അദ്ദേഹത്തെ യമനിലേക്ക് യാത്രയാക്കുമ്പോൾ റസൂൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഒരുപാടുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ വളരെ വികാരനിർഭരമായൊരു നിമിഷം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. അത് റസൂലിൻ്റെ വഫാത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നമുക്ക് സംസാരിക്കാം. അദ്ദേഹം യമനിലേക്ക് പോവുകയും അവിടെ നിന്നും ഒരുപാട് രാജാക്കന്മാരെ, ഒരുപാട് നേതാക്കന്മാരെ, അവിടുത്തെ ഗോത്ര തലവന്മാരെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയുണ്ടായി. അവരൊക്കെയും മുആദ് ബിൻ ജബൽ തങ്ങളുടെ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കീഴിലായിട്ട് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ നുകരുകയും അതിലൂടെ യമൻ ഇസ്ലാമിൻ്റെ മദീന പോലെ ഇസ്ലാമിൻ്റെ ഒരു ഹദാറത്തായിട്ട്, ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരമായിട്ട്, ഇസ്ലാമിൻ്റെ ഒരു നാഗരികതയായി പിന്നീട് വളരുകയുണ്ടായി. അങ്ങനെ മദീനയിൽ നിന്നും മക്കയിൽ നിന്നും പ്രവഹിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആ ഒരു ശോഭ മക്കയും മദീനയും ഹിജാസും കടന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കെത്തി. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ വിശിഷ്ടമായ കേരളത്തിലേക്കും അതിൻ്റെ പൊൻതൂവലുകൾ, അതിൻ്റെ പൊൻതരികൾ, അതിൻ്റെ ശോഭയാർന്ന അതിൻ്റെ പൊൻകിരണങ്ങൾ നമ്മിലേക്കും എത്തിയിട്ടുണ്ട്. അതിനൊക്കെയും നാം അള്ളാഹുവിന് സ്തുതിച്ച് മതിയാകൂ. കാരണം പരിശുദ്ധ ഇസ്ലാം എത്തിയിട്ടില്ലാത്ത, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ നുകരുവാൻ സാധിക്കാത്ത ഒരുപാട് സമൂഹങ്ങൾ ഇന്നും ഈ കാലഘട്ടത്തും ജീവിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുന്നേ നമ്മുടെ പ്രപിതാക്കന്മാരിലൂടെ കിട്ടിയിട്ടുള്ള പരിശുദ്ധമായൊരു പാരമ്പര്യത്തിൻ്റെ വക്താക്കളാണ് നമ്മൾ. അതിന് നമ്മൾ അള്ളാഹുവിനെ ശുക്ർ ചെയ്തേ തീരൂ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി അൽഫ മർറ. 23 വർഷക്കാലത്തെ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ, നിരന്തരമായ പ്രബോധന ഗോതയിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസ്കാര സമ്പന്നരായിട്ടുള്ള, ലോകത്തിൻ്റെ അധികാരവും ലോകത്തിൻ്റെ നിയന്ത്രണവും കൈകളിൽ കൊടുക്കാവുന്ന രീതിയിൽ ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ച് മരുപ്പച്ച ലക്ഷ്യമാക്കി നടന്നിരുന്ന ഒരു സമൂഹത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരത്തിൽ വാർത്തെടുക്കുകയുണ്ടായി. യാ അയ്യുഹൽ മുസമ്മിൽ യാ ഖുമിൽ ലൈല ഇല്ലാ ഖലീല യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ. അങ്ങനെ തുടങ്ങി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശ്രമമില്ലാത്ത നിതാന്തമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. റസൂലിൻ്റെ ജീവിതം, റസൂലിൻ്റെ പ്രവർത്തനങ്ങൾ, റസൂലിൻ്റെ സംസാരങ്ങൾ അതെല്ലാം തന്നെ പ്രബോധനമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മാത്രമല്ല, റസൂൽ ചെയ്യുന്നത് എന്തും സുന്നത്തായിരുന്നു. അത് അപ്പടി ജീവിതത്തിൽ പകർത്തുന്ന നിരവധിയായ സ്വഹാബാക്കൾ ഒരുപാടുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുന്നത് പോലെ ചിരിക്കുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്നത് പോലെ നടക്കാൻ ശ്രമിക്കുന്ന, റസൂലിനെ എല്ലാവിധത്തിലും അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ഉലമാക്കൾ ഉണ്ടായിരുന്നു, ഒരുപാട് സ്വഹാബകൾ ഉണ്ടായിരുന്നു. മുത്തബഉ സുന്ന എന്ന് ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട മഹാനായ ഇബ്നു ഉമർ തങ്ങൾ അത്തരത്തിൽ വളരെ പ്രധാനിയായ ഒരു വ്യക്തിയായിരുന്നു. റസൂൽ അങ്ങാടിയുടെ മൂലയിൽ പോയി ചിരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ചിരിക്കുന്നത് പതിവാക്കിയിരുന്ന സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് രീതികൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനപ്പുറത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശീലിച്ച അവിടുന്ന് കാണിച്ചു തന്നിട്ടുള്ളതിനപ്പുറം അവിടുത്തെ ജിബില്ലിയായിട്ടുള്ള, അവിടുത്തെ പ്രകൃതിപരമായിട്ടുള്ള, അവിടുത്തെ സ്വഭാവ വിശിഷ്ടമായിട്ടുള്ള പ്രവർത്തനങ്ങളെപ്പോലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവർ ശ്രമിച്ചിരുന്നു. അങ്ങനെ ജീവിതം പ്രബോധനമാക്കിയ റസൂലിൻ്റെ 23 വർഷക്കാലത്തെ നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ഫലമെന്നോണം മദീനയും മക്കയും കടന്നുള്ള ഇസ്ലാമിൻ്റെ പ്രബോധനം, അതിലൂടെ ആളുകളുടെ കടന്നുവരവ്, അങ്ങനെയെല്ലാം നാം ചരിത്രത്തിൽ ദർശിക്കുകയുണ്ടായി. അങ്ങനെ ഹിജറ 10-ാം വർഷം ഹജ്ജത്തുൽ വിദാഇന്റെ നാളുകളാണ്, ഫത്ഹ് മക്കയുടെ നാളുകളാണ്. അഥവാ തന്നെ ആട്ടിയോടിച്ച ഭ്രാന്തനെന്നും സ്ത്രീലമ്പടനെന്നും അധികാരമോഹിയെന്നും അവിടുന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകൾ ശ്രമിക്കുകയും ആട്ടിയോടിക്കാൻ അവർ മുതിരുകയും ചെയ്തൊരു സമൂഹത്തിലേക്ക് സർവ്വസന്നാഹങ്ങളോടെയും റസൂൽ കടന്നു ചെല്ലുന്ന അഭൂതപൂർവമായ ചരിത്രത്തിലെ രോമാഞ്ചകഞ്ചുകമണിയിക്കുന്ന ഒരു രംഗമാണ് ഫത്ഹ് മക്ക എന്ന് പറയുന്നത്. അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ ലക്ഷക്കണക്കിന് അനുയായി വൃന്ദം തന്നെ സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ഹിജറ 8-ാം വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാത്തും പതുങ്ങിയും തൻ്റെ അനുയായികളോടുകൂടെ, വളരെ തുച്ഛം വരുന്ന അനുയായികളോടുകൂടെ സ്നേഹത്തിൻ്റെ മദീന പുലുകിയ അതേ ഊടുപാതകളിലൂടെ, മരുഭൂമിയുടെ ഊശ്വരതകളിലൂടെ 10,000-കണക്കിന് വരുന്ന സ്വഹാബ കിറാമിൻ്റെ അകമ്പടിയോടെ മക്കയിലേക്ക് പോവുകയാണ്. അവിടെയും 10,000-കണക്കിന് വരുന്ന മുശ്രിക്കുകൾ ഈ ഒരു സംഗമത്തെ,
ഈ ഒരു മഹാസാഗരത്തിൻ്റെ ആഗമനത്തെ കാത്തിരിക്കുകയാണ്. ഭയത്തോടെ, ഭയവിഹ്വലമായ മനസ്സോടെയാണ് അവരുടെ കാത്തിരിപ്പ്. അവർക്കിടയിലേക്ക് റസൂല് കടന്നു വന്നു. മുശ്രിക്കുകളും മുസ്ലിമുകളും പാരാവാരം പോലെ ഒഴുകിക്കിടക്കുന്ന അതിന് കേന്ദ്രബിന്ദുവായി അവിടെ കഅബ ഇങ്ങനെ നിൽക്കുന്നു. ആ കഅബയുടെ തണലിൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണീറ്റ് നിന്നു. അവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. സാഗരത്തിന് തുളുമ്പുന്ന സാഗരത്തിന് നടുവിൽ നിന്ന് പരിശുദ്ധമായ റസൂലിൻ്റെ ആഹ്വാനങ്ങൾ കേൾക്കുവാൻ വേണ്ടി അവിടുത്തെ മഹത്തായ വചനങ്ങളിലേക്ക് കാതോർത്തുകൊണ്ട് ലോകം മുഴുവനും ലോകത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് 10,000-കണക്കിന് പേർ ചരിത്രത്തെ, യുഗാന്തരങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ ശബ്ദ സന്ദേശത്തെ കേൾക്കുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാനവരാശിക്ക് വേണ്ട സമാധാനത്തിൻ്റെ, ശാന്തിയുടെ ഏറ്റവും വലിയ സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരുന്ന നിമിഷമായിരുന്നു അത്. നിങ്ങളുടെ ഈ ഒരു ദിനത്തെ പോലെ, ഈ ഒരു മാസത്തെ പോലെ അന്യൻ്റെ സമ്പത്തും അന്യൻ്റെ ശരീരവും അന്യൻ്റെ രക്തവും അന്യൻ്റെ അഭിമാനവും നിങ്ങളിൽ നിന്ന് സുരക്ഷിതമാകേണ്ടതുണ്ട്. ഒരാളെയും അന്യായമായി കൊല്ലാനോ, ഒരാളെയും അന്യായമായി ആക്രമിക്കാനോ, ഒരാളെയും നിന്ദിക്കാനോ, അവൻ്റെ ആത്മാഭിമാനത്തെ പിച്ചു ചീന്താനോ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് മനുഷ്യത്വമല്ലെന്ന് മനുഷ്യരാശിയോട് റസൂൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ ശബ്ദ സന്ദേശം ഇന്നും യുഗാന്തരങ്ങളെ ത്രസിപ്പിച്ചുകൊണ്ട്, ഇന്നും യുഗാന്തരങ്ങളിലേക്ക് മാനവ സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ചരിത്ര പ്രാധാന്യമേറിയ ഈ മഹത്തായ പ്രഭാഷണത്തിന് ശേഷം അള്ളാഹുവിങ്കിൽ നിന്നും അവസാനമായി വഹിയിറങ്ങി. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ആ സന്ദേശത്തിലൂടെ പരിശുദ്ധമായ ദീനിൻ്റെ ഹുക്കുമുകളും പരിശുദ്ധമായ ദീനിൻ്റെ നിയമാവലികളും ചട്ടക്കൂടുകളുമൊക്കെയും പൂർത്തിയായി എന്ന് ചരിത്രകാരന്മാർ, പണ്ഡിതാക്കന്മാർ പറയുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഈ ദിവസം പരിശുദ്ധമായ ദീൻ പൂർത്തിയായിരിക്കുന്നു. വഅത്മംതു ലക്കും നിഅമതി, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഏറ്റവും വലിയ നിഅമത്തായിട്ടുള്ള പ്രവാചകത്വവും അവൻ്റെ ആ പ്രവാചകൻ്റെ പ്രബോധനവുമെല്ലാം ഇവിടെ പൂർത്തിയായിരിക്കുന്നു, അത് പരിപൂർണമായിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, പരിശുദ്ധ ദീൻ തന്നെയാണ് സത്യമെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുന്നു എന്ന പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്തായ വാചകങ്ങളോടുകൂടി അവിടുത്തെ ഖുതുബ, അവിടുത്തെ ആ മഹത്തായ പ്രഭാഷണം അവസാനിക്കുകയുണ്ടായി. സ്വഹാബാക്കളിൽ പലർക്കും തിരിഞ്ഞില്ലെങ്കിലും മഹാനായ അബൂബക്കർ തങ്ങളെപ്പോലെയുള്ള പ്രമുഖരായ സ്വഹാബാക്കൾക്ക് അത് എന്തിൻ്റെ സന്ദേശമാണെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അവരുടെ കണ്ണുകൾ മീനീരാൽ ഒഴുകിക്കൊണ്ടിരുന്നു. തൊട്ടു മുന്നെയാണല്ലോ മഹാനായ മുആദ് ബിൻ ജബൽ തങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യമനിലേക്ക് യാത്രയാക്കുന്നത്. അവിടെ മഹാനായ മുആദ് ബിൻ ജബൽ തങ്ങളെ യമനിലെ രാജാക്കന്മാരെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്ന് ക്ഷണിക്കുവാൻ വേണ്ടി യാത്രയാക്കുമ്പോൾ റസൂൽ പറയുന്ന ഒരു വാചകമുണ്ട്. ഇന്നും ചരിത്രം വായിക്കുമ്പോൾ, ആ സീറ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഒന്ന് പിടക്കുന്ന വാചകങ്ങൾ. യാ മുആദ് ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ, ഈ വർഷത്തിനു ശേഷം മുആദ് നമ്മൾ തമ്മിൽ കണ്ടില്ലായിരിക്കാം. വലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ വഖബരി, നീ നടന്നു പോയേക്കാം. എങ്ങനെ? ഇതെന്റെ പള്ളി, ഇതെന്റെ ഖബർ, എൻ്റെ ഖബറിന് ശാരം നീ നടന്നു പോയേക്കാം മുആദ്. ഫബകാ മുആദ് ഖശഅൻ ലിഫിറാഖി റസൂലില്ലാഹ്, റസൂലില്ലാത്ത നാളുകളെ ഓർത്ത് മുആദ് ഉടനെ തന്നെ വിതുമ്പി എന്ന ചരിത്രം. ആ റസൂലിൻ്റെ വിദായിലേക്കാണ് നാം പോകുന്നത്. റസൂൽ ലോകത്തോട് വിട പറയാനിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് അനുയായി ബന്ധത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് അവർക്കിടയിൽ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മഹത്തായ സന്ദേശങ്ങൾ പകർന്നുകൊണ്ട് ആദരവായ റസൂൽ ലോകത്തോട് വിട പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. റസൂല് മരിക്കുകയോ, റസൂലിൻ്റെ മരണസമയത്ത് റസൂലിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞ ഉടനെ മഹാനായ ഉമർ തങ്ങള്, ജാഹിലിയ കാലഘട്ടത്തിലെ ഉമർ എന്തായിരുന്നോ ആ ഉമർ അന്ന് പ്രത്യക്ഷപ്പെട്ടുവെന്ന് സ്വഹാബാക്കൾ പറയുന്നു. വാളെടുത്തുകൊണ്ട് മദീനയുടെ തെരുവോരങ്ങളിൽ റസൂലിൻ്റെ വിയോഗ വാർത്തയുമായി നടക്കുന്ന ആളുകളെ വെട്ടിക്കൊല്ലാൻ ഉമർ ഇറങ്ങി. അപ്പോൾ റസൂലിൻ്റെ സവിധത്തിലിരുന്നു കൊണ്ട് റസൂലിൻ്റെ എല്ലാവിധ സ്വഭാവ മഹിമയും ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുത്ത അവിടുത്തെ അബൂബക്കർ തങ്ങളാണ് ഉമറിൻ്റെ ഉള്ളിൽ നിന്നും ഇറങ്ങി വന്ന ജാഹിലിയത്തിന് മൃഗത്തെ കെട്ടി അവിടെ കെട്ടണക്കിയത്, അഗ്നിജ്വാലയെ കെട്ടണക്കിയത്. ഉമർ, എല്ലാ നബിയും മരിക്കും, അബൂബക്കർ തങ്ങളാണ് ജാഹിലിയ കാലഘട്ടത്തിൻ്റെ കെട്ടണങ്ങാത്ത ജ്വാലയെ അവിടെ അമർത്തി നിർത്തിയത്. ഉമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, മുഹമ്മദ് നബി ഒരു പ്രവാചകനാണ്, അവനക്ക് മുന്നേ
ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. മരണത്തിൽ പ്രവാചകന്മാരുടെ വിയോഗത്തിൽ ഇങ്ങനെ സന്ദേഹപ്പെടാനും സങ്കടപ്പെടാനുമില്ല. അവർ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹുവിൽ നിന്ന് വരികയും സന്ദേശങ്ങൾ നൽകി പൂർത്തിയായാൽ അള്ളാഹുവിലേക്ക് തന്നെ തിരികെ പോവുകയും ചെയ്യുന്നവരാണ്. റസൂലിൻ്റെ വിയോഗ സമയത്ത് ഏകദേശം റബീഉൽ അവ്വൽ 12-നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് എന്നാണ് പണ്ഡിതന്മാരുടെ ജുംഹൂറിൻ്റെയും ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. അതനുസരിച്ച് സഫർ 29-ാം തീയതിയാണ് മരണാസന്നമായ രോഗശയ്യയിലേക്ക് പ്രവാചകൻ കടന്നു വരുന്നത്. ഓരോ ദിനവും അനുദിനം പെട്ടെന്ന് ഒരു തലവേദന വരികയും പിന്നീടത് പനിയായി മാറുകയും പിന്നീടത് അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയുമായിരുന്നു. വ്യാഴാഴ്ച ദിവസം മരിക്കുന്നതിൻ്റെ തൊട്ടു മുന്നേ, വിയോഗത്തിൻ്റെ വഫാത്തിൻ്റെ തൊട്ടു മുന്നേയുള്ള വ്യാഴാഴ്ച ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഗ്രിബ് കഴിഞ്ഞ് വളരെ ഈ ഒരു രോഗശയ്യയിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ മുഅ്മിനീങ്ങൾക്ക് ഇമാമ് നിന്നു. അത് കഴിഞ്ഞ് ഇശാഇന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരാൻ കഴിഞ്ഞില്ല. വരാനെടുത്ത് ഒളു എടുത്ത് കഴിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബോധം കെട്ട് വീണു. അങ്ങനെ ഒരുപാട് സമയമായി. അങ്ങനെ ജമാഅത്തിന് അബൂബക്കർ തങ്ങളോട് ഇമാമ നിൽക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. ശേഷം 17 വക്തുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് അബൂബക്കർ തങ്ങൾ നിർവഹിച്ചു. വരും കാലത്തിൻ്റെ പ്രവചനം പോലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസീയത്ത് പോലെ, തൻ്റെ ഖിലാഫത്തിൻ്റെ പദവിയിലേക്ക് അബൂബക്കറിനെ എടുത്ത് ആനയിക്കുന്നത് പോലെ. മെഹ്റാബിന് അപ്പുറത്തേക്ക് ആ തൊട്ടുമുറിയിൽ ആയിഷ ബീവിയുടെ മുറിയിൽ റസൂലുള്ളാഹി ഉറങ്ങുന്നുണ്ട്. തിങ്കളാഴ്ച ദിവസം സുബഹി നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചു. അബൂബക്കർ തങ്ങൾ ഇമാമ് നിൽക്കുന്ന സമയത്ത് ആ മറക്കപ്പുറത്ത് നിന്ന്, ഒരു കർട്ടണപ്പുറത്ത് നിന്ന് പ്രവാചകൻ ഇങ്ങനെ കണ്ണുമേയിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അബൂബക്കർ തങ്ങൾ നിന്നു. നബി വരുന്നുണ്ടോ? നബി പറഞ്ഞു വരുന്നില്ല. അബൂബക്കർ നിന്നോ? അങ്ങനെ അബൂബക്കർ നമസ്കരിച്ചു റളിയല്ലാഹു അൻഹു. ശേഷം പിന്നീട് ഒരു വക്ത് പോലും കടന്നു വന്നില്ല. അതിനു മുന്നേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി, ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു. ആ സമയത്ത് ആയിഷ ബീവിയുടെ മടിയിൽ കിടന്ന് റസൂൽ സക്കറാത്തിൻ്റെ ഹാലിലും പറഞ്ഞതെന്താണ്? ഉമ്മത്തി ഉമ്മത്തി എന്നാണ്. ഇത്ര വേദനയുണ്ടെങ്കിൽ എൻ്റെ ഉമ്മത്തിൻ്റെ വേദന എത്രയായിരിക്കും? നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത, നമ്മളൊന്നും ഒരിക്കൽ പോലും സ്പർശിച്ചിട്ടില്ലാത്ത റസൂൽ, ആ റസൂലിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. നമ്മളെ കണ്ടിട്ടില്ലാത്ത റസൂൽ നമ്മളെ ഒരുപാട് സ്നേഹിച്ചു. സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് കടന്നു വരാനുള്ള തലമുറകൾക്ക് വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുന്നേ റസൂല് വേദനിച്ചു, റസൂല് ആകുലപ്പെട്ടു നമ്മളെപ്പറ്റി. ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും മാതൃകാപരമായ ജീവിതം കാഴ്ചവെച്ച റസൂലിന് ഈ ജീവിതത്തിൽ പകർത്തുവാനും അവിടുത്തെ തിരുചര്യ അന്ത്യശ്വാസം വരെ ജീവിതത്തിൽ പിൻപറ്റുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.